നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വിവരാവകാശ നിയമം അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ആണ് കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് വിവരാവകാശ നിയമത്തിന്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് അഴിമതി നിയന്ത്രിക്കുന്നതിനും സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും അതുപോലെ സർക്കാർ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതിനും വേണ്ടിയിട്ട് 2005 പാസ്സായ ഒരു നിയമമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അഥവാ വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, 2005 ഈ നിയമം പാസ്സാക്കിയത്. അപ്പൊ നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മനസ്സിലാക്കാം. ആദ്യമായിട്ട് വിവരാവകാശ നിയമം എന്ന ആശയം മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രി ആരാണെന്ന് വെച്ചാൽ അത് VP സിംഗ് അഥവാ വിശ്വനാഥ പ്രതാപ് സിംഗ് ആണ് 1990. ഓക്കെ, 1990 VP സിംഗ് അഥവാ വിശ്വനാഥ പ്രതാപ് സിംഗ് ആണ് ആദ്യമായിട്ട് വിവരാവകാശ നിയമം എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഓക്കെ, ഇതിനുശേഷം ഈ വിവരാവകാശ നിയമം എന്ന ആശയത്തിന് ഒരു ജനകീയ പ്രചാരണം കൊണ്ടുവന്നത് ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ പേരാണ് MKSS അഥവാ മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന് പറയുന്നത് കേട്ടോ. അത് വർഷം 1994 MKSS മസ്ദൂർ കിസാൻ ശക്തി സംഘടന. ഓക്കെ, വിവരാവകാശ നിയമത്തിന്റെ ഈ ആവശ്യം ഒരു ജനകീയ പ്രചരണം ആരംഭിച്ചത് ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ പേരാണ് MKSS അഥവാ മസ്ദൂർ കിസാൻ ശക്തി സംഘടന. വർഷം 1994. അതിനുശേഷം 1996 ഈ വിവരാവകാശ നിയമത്തിന് വേണ്ടിയിട്ട് ഒരു ഇനീഷ്യൽ ഡ്രാഫ്റ്റ് സർക്കാരിന് തയ്യാറാക്കി കൊടുക്കുന്നത് ആരാണെന്ന് വെച്ചിട്ട് അത് വേറൊരു സംഘടനയാണ്. ആ സംഘടനയുടെ പേരാണ് നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് RTI എന്ന് പറയും കേട്ടോ. നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് RTI. ഈ സംഘടനയാണ് ആദ്യമായിട്ട് സർക്കാരിന് എന്ത് ചെയ്തത് ഒരു വിവരാവകാശ നിയമത്തിന്റെ ഒരു ഇനീഷ്യൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കി കൊടുക്കുന്നത്. ഈ MKSS സംഘടനയുടെ സ്ഥാപക ആരാന്ന് വെച്ചാൽ അത് അരുണ റോയ് ആണ് കേട്ടോ. അതുകൊണ്ട് നോക്കി വെച്ചോ. MKSS എന്ന് പറയുന്ന ഈ സംഘടന സ്ഥാപക ആരാന്ന് വെച്ചാൽ ആരാണ്? അരുണ റോയ് ആണ് കേട്ടോ. അരുണ റോയ് ആണ് MKSS സ്ഥാപക എന്ന് പറയുന്നത്. ഓക്കെ, 1996 NCPC RTI എന്ന് പറയുന്ന സംഘടനയാണ് ഇവർക്കൊരു ഇനീഷ്യൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കി കൊടുത്തത്. ഇതിന്റെ ഫലമായിട്ട് 1997 ആദ്യമായിട്ട് തമിഴ്നാട്ടിലാണ് എന്ത് ചെയ്യുന്നത് വിവരാവകാശ നിയമം പാസ്സാവുന്നത് കേട്ടോ. ആദ്യമായിട്ട് തമിഴ്നാട്ടിലും പിന്നീട് 1997 തന്നെ ഗോവയിലും തുടർന്ന് ഉള്ള വർഷങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട് പ്രാദേശികമായിട്ട് വിവരാവകാശ നിയമം പാസ്സാവുകയാണ് ഉണ്ടായത്. ഓക്കെ, ഇതിനുശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് 2002 ആയപ്പം ഇന്ത്യയിലെ മറ്റൊരു നിയമം പ്രാബല്യത്തിൽ വന്നു. ഇതാണ് 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് കേട്ടോ. 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്. പക്ഷെ ഈ നിയമത്തിന് എന്താ പ്രശ്നം വെച്ചാൽ അതിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2005 മറ്റൊരു നിയമം വന്നു. ആ നിയമമാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ലെങ്കിൽ വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. ആ നിയമം പാസ്സായതോടെ ഈ 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് റദ്ദാക്കപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ഇനിയാണ് വിവരാവകാശ നിയമത്തിന്റെ പിൻഗാമി എന്നറിയപ്പെടുന്നത് കേട്ടോ. വിവരാവകാശ നിയമത്തിന്റെ പിൻഗാമി ആരാണ്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ് 2002. ഇനി നമ്മൾ ഈ വിവരാവകാശ നിയമത്തിൽ മനസ്സിലാക്കാനുള്ളത് വിവരാവകാശ നിയമം 2005 പാസ്സാക്കിയത് ലോക്സഭയിൽ പാസ്സാക്കിയത് മെയ് 11 അതുപോലെ രാജ്യസഭ പാസ്സാക്കിയത് 2005 മെയ് 12 കേട്ടോ. മെയ് 12 എന്നാൽ വിവരാവകാശ നിയമം 2005 പ്രാബല്യത്തിൽ വന്നതെന്ന് വെച്ചാൽ അത് 2005 ഒക്ടോബർ 12 2005 ഒക്ടോബർ 12 എന്നൂടെ പറയാം. വിവരാവകാശ നിയമം 2005 ലോക്സഭ പാസ്സാക്കിയത് മെയ് 11 രാജ്യസഭ പാസ്സാക്കിയത് മെയ് 12 നിയമം നിലവിൽ വന്നപ്പോഴാണെന്ന് വെച്ചാൽ അത് ഒക്ടോബർ 12 അപ്പൊ ഈ 3 ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്തതായിട്ട് പറയാനുള്ളത് വിവരാവകാശ നിയമം 2005 പ്രാബല്യത്തിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആണ് കേട്ടോ. മൻമോഹൻ സിംഗ് ആണ് പ്രധാനമന്ത്രി. വിവരാവകാശ നിയമം 2005 പ്രാബല്യത്തിൽ വരുമ്പോൾ മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി. എന്നാൽ പ്രസിഡന്റ് ആരായിരുന്നു ആ സമയത്ത്? നമുക്കറിയാം APJ അബ്ദുൽ കലാം ആണ് അല്ലെ. APJ അബ്ദുൽ കലാം ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളോട് ഓർത്തിരിക്കുക. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് പറയുന്നത് എന്താണ്? അത് വിവരാവകാശ നിയമമാണ് കേട്ടോ. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് എന്താണ്?
വിവരാവകാശ നിയമം 2005 ആണ് കേട്ടോ. ആദ്യമായിട്ട് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വരുന്ന രാജ്യം ഏതാണെന്ന് വെച്ചാൽ സ്വീഡൻ ആണ് കേട്ടോ. ആദ്യമായിട്ട് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വരുന്ന രാജ്യം ഏതാണ്? സ്വീഡൻ ആണ്. വർഷം 1766 ആണ് കേട്ടോ. വർഷം 1766 ആണ്. അതുപോലെ പൗരന്മാർക്ക് വിവരാവകാശം ലഭ്യമാക്കുന്ന 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ കേട്ടോ. പൗരന്മാർക്ക് വിവരാവകാശം ലഭ്യമാക്കുന്ന 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇതായിട്ട് പറയാനുള്ളത്, വിവരാവകാശ കമ്മീഷനിൽ ആകെ 6 അധ്യായങ്ങളാണുള്ളത്. അതുപോലെ 31 വകുപ്പുകളാണുള്ളത് കേട്ടോ. 6 അധ്യായങ്ങളും 31 വകുപ്പുകളുമാണ് വിവരാവകാശ കമ്മീഷനിലുള്ളത്. ഓക്കെ, ഈ അധ്യായം 1 പറയുന്നത് പ്രിലിമിനറി അല്ലെങ്കിൽ പ്രാരംഭികമാണ് കേട്ടോ. പ്രിലിമിനറി അല്ലെങ്കിൽ പ്രാരംഭികമാണ് അധ്യായം 1 പറയുന്നത്. അധ്യായം 2 പറയുന്നത് വിവരത്തിനുള്ള അവകാശങ്ങളും അതുപോലെ പൊതു അധികാരി സ്ഥാനങ്ങളുടെ കടമകളുമാണ് കേട്ടോ. പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളും. രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത് എന്താണ്? വിവരത്തിനുള്ള അവകാശവും അതുപോലെ പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളുമാണ് കേട്ടോ. പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളുമാണ്. ഓക്കെ, അധ്യായം 3 പറയുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് കേട്ടോ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ് അധ്യായം 3 പറയുന്നത്. അധ്യായം 4 പറയുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ് കേട്ടോ. സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ് അധ്യായം 4 പറയുന്നത്. ഇനി അധ്യായം 5 പറയുന്നത് വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങളും ചുമതലകളും പിഴകളും അപ്പീലുകളെയും കുറിച്ചാണ് കേട്ടോ. വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങളും ചുമതലകളും അതുപോലെ അപ്പീലുകളും പിഴകളെയും കുറിച്ചാണ് അധ്യായം 5 പറയുന്നത്. അതുപോലെ അധ്യായം 6 എന്താ പറയുന്നത് വെച്ചാല് അത് മിസലേനിയസ് അഥവാ പാലവാക്യാണ് കേട്ടോ. പാലവാക്യാണ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ പറയാം. അതായത് വിവരാവകാശ കമ്മീഷനിൽ 6 അധ്യായങ്ങളും 31 വകുപ്പുകളാണ് ഉള്ളത്. ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് പ്രിലിമിനറി അല്ലെങ്കിൽ പ്രാരംഭികമാണ്. രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത് വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളുമാണ് പറയുന്നത്. വിവരത്തിനുള്ള അധികാരവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളുമാണ് അധ്യായം 2 പറയുന്നത്. അധ്യായം 3 പറയുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ്. അധ്യായം 4 പറയുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ്. അധ്യായം 5 പറയുന്നത് എന്താണ്? വിവരാവകാശ കമ്മീഷന്റെ അധികാരങ്ങളും ചുമതലകളും അപ്പീലുകളും പിഴകളെയും കുറിച്ചാണ്. എന്നാൽ 6ാമത്തെ അധ്യായത്തിൽ പറയുന്നത് എന്താണ്? പലവക അല്ലെങ്കിൽ മിസലേനിയസ് ആണ് കേട്ടോ. അടുത്തായിട്ട് ഇവിടെ പറയാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വകുപ്പുകളാണ് കേട്ടോ. അപ്പൊ വകുപ്പ് 3 എന്താ പറയുന്നത് വെച്ചാല് വിവരാവകാശ നിയമത്തിലെ നിയമങ്ങൾക്ക് വിധേയമായിട്ട് എല്ലാ പൗരന്മാർക്കും വിവരാവകാശത്തിനുള്ള അവകാശമുണ്ടെന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 3 കേട്ടോ. എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടെന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 3 എന്ന് പറയുന്നത്. വകുപ്പ് 5 എന്ന് പറയുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനത്തിനെ കുറിച്ച് പറയുന്ന വകുപ്പാണ് വകുപ്പ് 5 കേട്ടോ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനത്തിനെ കുറിച്ച് പറയുന്ന വകുപ്പാണ് വകുപ്പ് 5. ഈ വകുപ്പ് 6 പറയുന്നത് വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. വകുപ്പ് 6 എന്താ പറയുന്നത്? വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെ കുറിച്ചും. വകുപ്പ് 7 പറയുന്നത് അപേക്ഷയിന്മേലുള്ള തീർപ്പിനെ കുറിച്ചുമാണ് കേട്ടോ. അപേക്ഷയിന്മേലുള്ള തീർപ്പാക്കലിനെ കുറിച്ചാണ് വകുപ്പ് 7 പറയുന്നത്. വിവരത്തിനുള്ള അപേക്ഷയെ പറ്റി പറയുന്ന വകുപ്പ് 6 ആണ്. ഇനി വകുപ്പ് 11 പറയുന്നത് തേർഡ് പാർട്ടി ഇൻഫർമേഷൻ അല്ലെങ്കിൽ 3ാം കക്ഷി വിവരങ്ങളെ കുറിച്ചാണ് വകുപ്പ് 11 പറയുന്നത് കേട്ടോ. ഒന്നുകൂടെ പറയാം. വകുപ്പ് 3 എന്താ പറയുന്നത്? അതായത് വിവരാവകാശ നിയമത്തിലെ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടെന്ന് പറയുന്ന വകുപ്പ് 3. വകുപ്പ് 5 എന്ന് പറയുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനത്തെ കുറിച്ചും. വകുപ്പ് 6 എന്ന് പറയുന്നത് എന്താ? വിവരത്തിനായുള്ള അപേക്ഷയെ പറ്റിയും അപേക്ഷയിന്മേലുള്ള തീർപ്പിനെ പറ്റിയാണ് വകുപ്പ് 7 പറയുന്നത്. വകുപ്പ് 11 എന്താ പറയുന്നത്? തേർഡ് പാർട്ടി ഇൻഫർമേഷൻ അല്ലെങ്കിൽ 3ാം കക്ഷി വിവരങ്ങളെ കുറിച്ചാണ് വകുപ്പ് 11 പറയുന്നത്. അതുപോലെ ഇനി നമുക്ക് വിവരം ലഭിക്കേണ്ടത് A4 ഷീറ്റിലാണെങ്കിൽ പേജ് 1-ന് 3 രൂപയാണ് പുതുക്കിയ ചാർജ് കേട്ടോ. വിവരം നമുക്ക് ലഭിക്കേണ്ടത് A4 ഷീറ്റിലാണെങ്കിൽ എന്താണ്? പേജ് 1-ന് 3 രൂപയും. ഇനി ഇലക്ട്രോണിക് മാധ്യമങ്ങൾ CD, ഫ്ലോപ്പി അതുപോലെ തന്നെ നമ്മുടെ പെൻഡ്രൈവ് പോലുള്ള ഇലക്ട്രോണിക് രീതിയിലാണ് നമുക്ക് വിവരം ലഭിക്കേണ്ടെങ്കിൽ 75 രൂപയും. നേരിട്ടാണെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂർ സൗജന്യവും പിന്നീടുള്ള ഓരോ 30 മിനിറ്റിൽ 10 രൂപയാണ് നമുക്ക് ഫീസ് വരുന്നത്.
അതുപോലെ നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ നൽകുന്നതിൽ അദ്ദേഹം നമുക്ക് 30 ദിവസത്തിനുള്ളിൽ വിവരം നൽകേണ്ടതുണ്ട്. അതിപ്പം ഹോളിഡേയ്സും കൂടെ കൂട്ടിയിട്ടാണ് പറയുന്നത്. ഇനി അടുത്തത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ വിവരത്തിനുള്ള അപേക്ഷ നൽകിയെങ്കിൽ അദ്ദേഹം 35 ദിവസത്തിനുള്ളിൽ നമുക്ക് വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. അതുപോലെ ഒരു വ്യക്തിയുടെ ജീവന് ഭീഷണിയാവുന്ന അല്ലെങ്കിൽ സ്വത്തിന് ഭീഷണിയാവുന്ന ഒരു കാര്യത്തിന്റെ ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടണമെങ്കിൽ 48 മണിക്കൂറിനുള്ളിലും നമുക്ക് വിവരം ലഭിക്കാനുള്ള അവകാശമുണ്ട്. ഇതിൽ എന്തെങ്കിലും വീഴ്ച പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തിന് 250 രൂപ നിരക്കിൽ പരമാവധി 25,000 രൂപ വരെ നമുക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിൽ നിന്ന് പിഴ ഈടാക്കാവുന്നതാണ് കേട്ടോ. 25,000 രൂപ വരെ നമുക്ക് പിഴ ഈടാക്കാവുന്ന. അതുപോലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും അതുപോലെ 10ൽ കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി ഈ കമ്മീഷനിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആരാന്ന് വെച്ചാൽ അതിനെ ശുപാർശ ചെയ്യുന്നത് ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ ആരൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ ഒന്ന് പ്രധാനമന്ത്രി ഉണ്ട്, പിന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവുണ്ട്, അതുപോലെ തന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഈ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർമാരെയൊക്കെ നിയമിക്കുന്നത് കേട്ടോ. ഓക്കെ, നിയമിക്കുന്നില്ല, ശുപാർശ ചെയ്യുന്നത്. ഓക്കെ, ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ ആരൊക്കെയുള്ള ഒന്ന് പ്രധാനമന്ത്രി ഉണ്ട്, ലോക്സഭാ പ്രതിപക്ഷ നേതാവുണ്ട്, അതുപോലെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടാവും. എന്നാൽ ഇവരെ നിയമിക്കുന്ന ആരാന്ന് വെച്ചാൽ അത് രാഷ്ട്രപതിയാണ് കേട്ടോ. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, അതുപോലെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. എന്നാൽ ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? നമ്മുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വജാഹത്ത് ഹബീബുള്ളയാണ് കേട്ടോ. വജാഹത്ത് ഹബീബുള്ളയായിരുന്നു കേന്ദ്ര മുഖ്യ ഹബീബുള്ളയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആദ്യത്തെ. എന്നാൽ നിലവിലെ 12ാമത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? അത് ഹീരാലാൽ സമരി കേട്ടോ. ഹീരാലാൽ സമരിയാണ് നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയാണ്. അടുത്തായിട്ട് ഇവിടെ നോക്കാനുള്ളത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന വകുപ്പ് 15 കേട്ടോ. സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന വകുപ്പ് 15ാമത്തെ വകുപ്പിലാണ് പറയുന്നത്. ഇനി കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ഡിസംബർ 19 കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19 ഇതിന്റെ ആസ്ഥാനം വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരത്താണ് ആസ്ഥാനം വരുന്നത്. എന്നാൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? അത് CIS ഭവനിലാണ് കേട്ടോ. CIS ഭവൻ ന്യൂഡൽഹിയിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം വരുന്നത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനമാണെങ്കിൽ അത് തിരുവനന്തപുരത്താണ് വരുന്നത്. എന്നാൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനായ ആദ്യത്തെ വ്യക്തിയാണെന്ന് വെച്ചാൽ പാലാട്ട് മോഹൻദാസ് കേട്ടോ. ആദ്യത്തെ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആരായിരുന്നു? പാലാട്ട് മോഹൻദാസ് ആണ് കേട്ടോ. എന്നാൽ നിലവിലെ വിവരാവകാശ കമ്മീഷൻ ആരാണ്? നിലവിലെ ഹരി നായരാണ് കേട്ടോ. ഹരി നായരാണ് നിലവിലെ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ആരാണ്? ഹരി നായരാണ്. ഓക്കെ, ഇത്രയാണ് വിവരാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അത്യാവശ്യം പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.